പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാരറ്റ് സേമിയ പോള ഉണ്ടാക്കുകയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നല്ല ചൂടുള്ളൊരു പാൽച്ചായൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു കടിയൊക്കെ ഉണ്ടാകുമ്പം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയും ഓയിലിനെയും കാട്ടിക്കൊക്കെ ഒന്നുകൂടെ ബെറ്റർ നെയ്യ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റും കൂടുതൽ നെയ്യ് തന്നെയാണ്. അപ്പം നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് അപ്പം ഞാൻ 2 ചെറിയ ക്യാരറ്റാണ് ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. എന്നിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ട് തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണ രൂപത്തിലാക്കിയാണ്ടൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് 2 മുട്ട വെച്ചിട്ടാണ്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കൂടുതൽ നിങ്ങൾ എടുക്കുന്ന മുട്ടൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ക്യാരറ്റിൻ്റെയും സേമിയത്തിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുക്കുക. അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു ചെറിയ ക്യാരറ്റാണിത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാരറ്റിൻ്റെ കൂടെ പഞ്ചസാര ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പോള കഴിക്കുമ്പം അതിൽ ക്യാരറ്റിലും കൂടി മധുരം ഉണ്ടാകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ. എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇനി വറുത്തിട്ടുള്ള സേമിയ ഉള്ളതെന്നുണ്ടെങ്കിലും അല്ല വറുക്കാത്തതാണെങ്കിലും ഒന്നും കൂടെ നെയ്യിലിട്ട് ഒന്നും കൂടെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കണ്ട് ഒന്ന് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇപ്പം ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഈ സേമി വേവാൻ ആവശ്യമായിട്ടുള്ള പാൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് പാലെടുക്കാം, അല്ലെങ്കിൽ 1/4 കപ്പ് പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സേമി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഈ ഒരു പാലിൽ ആക്കിക്കണ്ട്. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സേമിയ ഒന്ന് വേവണ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് വേറൊരു ബൗളിലേക്ക് നമ്മളതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ സേമിയയിലും അതുപോലെ ക്യാരറ്റിലും മധുരം ഇട്ടുകൊണ്ട് തന്നെ മുട്ടയിലും ഇപ്പം ഞാൻ മധുരം ചേർക്കുന്നില്ല. കാരണം കൂടുതൽ മധുരമാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണേ സേമിയത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് മുട്ട എടുക്കണ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ അത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പം ആദ്യം മാറ്റി വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്താണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇപ്പം ഞാൻ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഏലക്ക കേട്ടോ, ചെറിയൊരു ഏലക്ക ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ ഓപ്ഷണലാണ്, പ്രശ്നമൊന്നുമില്ല. സ്കിപ്പ് ചെയ്ത് വിചാരിച്ച് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബാറ്റർ നമ്മുടെ ഈ സേമിയത്തിൻ്റെയും ക്യാരറ്റിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. തണുപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചൂടാറിയ ശേഷമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ബാറ്ററിലൊന്ന് മിക്സ് ചെയ്താണ്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിയിലൊരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് നമ്മൾ ചെയ്യുക.
നോൺ സ്റ്റിക്ക് ആണെങ്കിലും അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നാൽ അടിഭാഗം കരിയൂല കേട്ടോ, പെട്ടെന്നൊന്നും കരിയൂല. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ കുക്കായിട്ട് കിട്ടും. കാരണം കുറേ ക്വാണ്ടിറ്റി മാത്രമല്ലല്ലോ, കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ടും കിട്ടും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ അത് വേവുന്നതിൻ്റെ ഇടയിൽ ചായയും കൂടിയും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാൽ ചായയും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചായ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മുടെ പോളയും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ചായയും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ. സൂപ്പറാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ.